സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻ്റ് വരക്കുക നമ്മൾ റിവോൾവ് ടൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ റിവോൾവ് ടൂള് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇപ്പോൾ റിവോൾവ് ടൂള് സാധാരണ ഇതുപോലുള്ള സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആക്സിസിന് സിമെട്രിക് ആയിട്ട് ഉണ്ടാകുന്ന 3D ഒബ്ജക്റ്റുകൾ വരക്കാനാണ് നമ്മൾ സാധാരണ റിവോൾവ് ടൂൾ ഉപയോഗിക്കുക. അപ്പൊ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിസിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ച് അതിനെ ഈ ആക്സിസിന് ചുറ്റും നമ്മൾ കറക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് സിലിണ്ടർ എന്ന് വെച്ചാൽ. അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. നമ്മളൊരു റെക്റ്റാങ്കിൾ ആണ് ആദ്യം വരച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ഇവിടെ ഈ ഒരു ആക്സിസിന് ചുറ്റും കറക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ് സിലിണ്ടർ. 360 ഡിഗ്രി കറക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് സിലിണ്ടർ. അപ്പൊ ഇതാണ് റിവോൾവ് ടൂളിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, അല്ലെങ്കിൽ റിവോൾവ് ടൂൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാദ്യം മനസ്സിലാക്കിയാലാണ് നമുക്ക് അത് കൃത്യമായിട്ട് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിന്റ് വരക്കാൻ പറ്റും. ഇനി ഒരു ഹോളോ സിലിണ്ടർ ആണ് നമുക്ക് വരക്കേണ്ടതെങ്കിൽ ഈ ആക്സിസ് നിന്ന് നമ്മൾ ആ ഒരു ഹോള് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഇവിടെ നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് ഹോളോ സിലിണ്ടർ. അപ്പൊ ഇതാണ് റിവോൾവ് ടൂളിന്റെ ഫംഗ്ഷൻ. അപ്പൊ അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് വരക്കാൻ പറ്റും. അപ്പൊ സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി 3 പാർട്ടുകളുള്ളത്. ഒന്ന് സ്പിഗോട്ട്, അതാണ് ഈ എൻഡിലുള്ള സാധനം. പിന്നെ ഉള്ളത് സോക്കറ്റ്, ഈ പുറമേയുള്ള സാധനം, ഇതിന്റെ അകത്താണ് സ്പിഗോട്ട് കയറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് നടുവ് കൂടിയുള്ള ഒരു ക്വാർട്ടർ പിൻ അല്ലെങ്കിൽ ക്വാർട്ടർ എന്ന് പറയും. ഈ 3 സാധനങ്ങളാണ് ഇതിനുള്ളത്. അപ്പൊ ഈ 3 സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് അസംബിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അസംബിൾഡ് വ്യൂ ആണ്, അല്ലെങ്കിൽ അസംബ്ലി ഡ്രോയിങ് ആണ് നമുക്ക് വരക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ സ്പിഗോട്ട് നോക്കുക നമ്മൾ. അപ്പൊ സ്പിഗോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് സ്പിഗോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ സ്പിഗോട്ട് നമ്മൾ റിവോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റിവോൾവ് ചെയ്തെടുക്കാൻ അത് നമ്മൾ ആദ്യം ഒരു ഷേപ്പ് വരച്ചെടുക്കണം. ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിനെ നമ്മൾ ആ ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സ്പിഗോട്ട് കിട്ടുന്നത്. അപ്പൊ ഈ ഷേപ്പിന്റെ ഡയമെൻഷൻ ആണ് നമ്മൾ ആദ്യം നോക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ റിവോൾവ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇവിടെ എക്സ്ട്രൂഡിന്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് റിവോൾവ് എന്നുള്ള ഒരു ടൂള് കാണാം. അപ്പൊ അതാണ് റിവോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ. അപ്പൊ റിവോൾവ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒരു പ്ലേസ്മെന്റിൽ ഡിഫൈൻ ചെയ്യുക ഏത് പ്ലെയിനിലാണ് നമ്മൾ ആ 2 ഡയമെൻഷനൽ ഡ്രോയിങ് വരക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പ്ലെയിനിൽ ഈ ഒരു ഷേപ്പ് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് റിവോൾവ് ചെയ്ത് കിട്ടും. അപ്പോൾ സ്പിഗോട്ടാണ് നമുക്ക് ആദ്യം വരക്കാനുള്ളത്. സ്പിഗോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പാണുള്ളത്. ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനെ റിവോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഫ്രണ്ട് പ്ലെയിൻ ആണ്. നമ്മുടെ പ്ലേസ്മെന്റിൽ സ്കെച്ചിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫ്രണ്ട് പ്ലെയിൻ. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ട് പ്ലെയിൻ കാണിക്കും. അപ്പോൾ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം, സ്കെച്ച് കൊടുക്കാം. ഇനി റിവോൾവ് ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ലൈൻ ആവശ്യമുണ്ട്. അത് സെൻട്രൽ ലൈനാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്ന സാധനം. ഈ സെൻട്രൽ ലൈനാണ്. ഈ സെൻട്രൽ ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ ഏകദേശം ഇതിന്റെ നടുവിൽ തന്നെ വരക്കാം. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. എല്ലാ ചിത്രങ്ങളും നമ്മൾ ഏകദേശം ഈ സെൻട്രൽ പോയിന്റിൽ തന്നെ വരക്കുന്നതായിരിക്കും നന്നാവുക. എങ്കിലാണ് നമുക്ക് പല സിമെട്രിക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളും വരക്കാൻ പറ്റുക പെട്ടെന്ന്. അപ്പോൾ നടുവിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് ഇവിടെയുള്ള ഈ ഒരു പോയിന്റ് കൂടി ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ അവിടെ കിട്ടും. ഇനി ഈ സെൻട്രൽ ലൈനാണ് ആക്സിസ്. ഈ ആക്സിസിന് ചുറ്റുമാണ് നമ്മൾ റിവോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു സിലിണ്ടർ റിവോൾവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ആക്സിസിന് ചുറ്റുമാണ് നമുക്ക് ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ ഈ റെക്ടാങ്കിൾ ഈ ആക്സിസിന് ചുറ്റും, ഈ ആക്സിസ് ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നടുവിൽ ഹോൾ ഉണ്ടാവില്ല, കറക്റ്റ് റൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു ഡയമെൻഷൻ ഒന്നും കൊടുക്കുന്നില്ല, റഫ് ഡയമെൻഷൻ ആണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ആക്സിസിന് ചുറ്റും ആ ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ കറങ്ങി വന്നിട്ടാണ് റിവോൾവ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വരയ്ക്കാനുള്ളത് സ്പിഗോട്ടാണ് ആദ്യം വരയ്ക്കാനുള്ളത്. അപ്പോൾ സ്പിഗോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ്, ഞാൻ ഈ മൗസ് മൂവ് ചെയ്യുന്ന ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മൊത്തമായി റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്പിഗോട്ട് കിട്ടും.
അപ്പോൾ ഈ ഒരു ഷേപ്പ് വരക്കണമെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഡയമെൻഷൻ നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഈ ഒരു ഷാഫ്റ്റ് എൻഡ് ആണ്. അപ്പോൾ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ വരുന്നത് 24ആണ്. അപ്പോൾ സെന്ററിൽ നിന്ന് മേലോട്ടേക്ക് 12 എടുത്തു കഴിഞ്ഞാൽ മൊത്തം 24ന്റെ ഷാഫ്റ്റ് നമുക്ക് റൗണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ സെന്ററിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് മേലോട്ടേക്ക് 12ന്റെ ഒരു ലൈനാണ് വരക്കേണ്ടത്. അപ്പോൾ റിവോൾവ് ചെയ്യാനുള്ള സെൻട്രൽ ലൈനൊക്കെ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്, നേരത്തെ വരച്ച തന്നെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് മുകളിലോട്ടേക്ക് ഒരു ലൈൻ ഞാൻ വരക്കാണ്. എസ്കേപ്പ് ചെയ്യിക്കുന്നു. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഡയമെൻഷൻ കാണാം. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 24 ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ 12 കൊടുക്കാം. 24 അതിൻ്റെ ഡബിൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ പകുതി കൊടുത്താൽ മതി. ബാക്കി പകുതി ഇതിൻ്റെ താഴെ വന്നോളല്ലോ റിവോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ 12 ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കൊടുത്തു. ഇനി ഈ ഷാഫ്റ്റിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇത് ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. ഇതിൻ്റെ അർത്ഥം ഈ ഷാഫ്റ്റിൻ്റെ ഫുൾ ലെങ്ത് ഇവിടെ കാണിച്ചിട്ടില്ല, ഷാഫ്റ്റിൻ്റെ ഫുൾ ലെങ്ത് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 15 കൊടുത്തേക്കാം. 15 കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ ഈ ഒരു കോളർ എൻഡാണ്. കോളർ എൻഡിൻ്റെ ഡയമീറ്റർ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, 36ആണ് ഡയമീറ്റർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ വരെ നമ്മൾ 12 വരച്ചു, ഇങ്ങോട്ടേക്ക് 15 വരച്ചു. ഇനി ഈ ഒരു ചിത്രം 2 ഡയമെൻഷനിൽ പറയാം, കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടുന്ന് മേലോട്ടേക്ക് നമ്മൾ 12 വരച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് 15 എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ടേക്കുള്ള ഈ ഒരു ലൈനാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 36ആണ് ഡയമീറ്റർ വരുന്നത്. അപ്പോൾ സെൻട്രൽ ലൈനിന് മുകളിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 18 ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും ലൈനാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും ലൈനാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലോട്ടേക്ക് എത്ര ഉണ്ടാവും? ഇവിടെ മുതൽ 12ഉം ബാക്കി 18 ഉണ്ടെങ്കിൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 12 - 18 6ആയിരിക്കും ഈ ഒരു ലൈൻ. അപ്പോൾ നമ്മൾ ലൈൻ എടുക്കുക, മുകളിലോട്ടേക്ക് ഒരു ലൈൻ എടുക്കുക, എസ്കേപ്പ് ചെയ്യുക. ഇനി അതിന്റെ ഡയമെൻഷൻ അത് 6ആണെന്ന് നമുക്കറിയാം, 6 കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് ഇനി ഈ ഒരു കോളറിന്റെ വിഡ്ത്ത് അത് ഇവിടെ നോക്കിയേക്കാണ്, അത് 12 ആണുള്ളത് അല്ലേ. അപ്പോൾ വീണ്ടും ലൈൻ എടുക്കുക. അപ്പോൾ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് 15ആണ്, പക്ഷെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഇവിടം മുതൽ 15ഉം ഇവിടെ മുതൽ ഇവിടം വരെ 18 ഉണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും 18 - 15 3ആയിരിക്കും. നമുക്ക് താഴോട്ടേക്ക് വേണ്ട ഡിസ്റ്റൻസ് 3ആണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് ഒരു ലൈൻ വരക്കാം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ 3 എന്ന് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി ഈ ഒരു ടോട്ടൽ ലെങ്ത് ആണ് വേണ്ടത് സ്പീക്കൗട്ടിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇതിന്റെ ലെങ്ത് ആണ്. അത് അപ്പോൾ 24 + 30 + 24 + 5 അല്ല 5 വേണ്ട, 5 ക്ലിയറൻസ് ആണ്. അപ്പോൾ 24 30 30 അപ്പോൾ മൊത്തം 78ആണ് നമ്മുടെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ആ ഡയമെൻഷൻ നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. അപ്പോൾ മൊത്തം ഈ ഒരു ലൈനിന്റെ ലെങ്ത് വരുന്നത് 78ആണ്. ജസ്റ്റ് ഒരു ലൈന് വരക്കുന്നു, എസ്കേപ്പ് ചെയ്യിക്കുന്നു, ഒരു പ്രാവശ്യം കൂടി എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ഡയമെൻഷൻ കാണിക്കും. അപ്പോൾ അത് 78ആണ്. 78 കൊടുക്കാം. ഇനി ഒരു ലൈന് വരച്ചിട്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് ഇവിടെ ആക്സിസ് വരെ, കാരണം ഇത് ഹോളോ അല്ല, ഫുള്ള് ഷാഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ആക്സിസ് വരെ നമ്മൾ ഒരു ലൈന് വരക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കൗട്ടിന്റെ ഈ മൗസ് മൂവ് ചെയ്യുന്ന ഇത്രയും ഭാഗം നമ്മൾ വരച്ചു. ഇനി ഇത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആക്കിയാൽ മാത്രമാണ് നമുക്ക് ഇത് റിവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലോസ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് അറ്റങ്ങളും റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് ഒരു ക്ലോസ്ഡ് ഫിഗർ അല്ല എന്നാണ്. അപ്പോൾ നമ്മൾ ലൈൻ എടുക്കുക, ഇവിടം മുതൽ ഇവിടം വരെ ഒരു ലൈൻ വരച്ച് ഈ ഒരു ഫിഗർ ക്ലോസ് ചെയ്താൽ, ഇത് ക്ലോസ്ഡ് ഫിഗർ ആയതുകൊണ്ടാണ് ഇത് പർപ്പിൾ കളറിലേക്ക് മാറിയത്. പർപ്പിൾ കളർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് റിവോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്, ക്ലോസ്ഡ് ആയാൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് റിവോൾവ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ ഈ ഒരു ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു പച്ച ടിക്ക് ക്ലിക്ക് ചെയ്യാം. പച്ച ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്പീക്കൗട്ട്. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 360 ഡിഗ്രി നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ ഡയമെൻഷൻ 360 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കൗട്ട് അവിടെയായി. ഓക്കെ, ഇനി സ്പീക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ക്വാർട്ടർ നടുവിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഹോൾ ആവശ്യമാണ്. സ്പീക്കൗട്ടിന്റെ നടുവിലൂടെ ഒരു ഹോൾ ആവശ്യമാണെങ്കിൽ ഒരു ക്വാർട്ടർ പാസ് ചെയ്തത്. അപ്പോൾ അതും കൂടി വരച്ചു കഴിഞ്ഞാലാണ് സ്പീക്കൗട്ടിന്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്വാർട്ടർ ഇതിന്റെ നടുവിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നടുവിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലെയിനിൽ വെച്ച് വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ കൃത്യമായിട്ട് നടുവിൽ തന്നെ ആ ഒരു ഹോള് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ക്വാർട്ടർ ടാപ്പേർഡ് ആണ്. ഈ സൈഡാണ് ടാപ്പേർഡ് 1:24 എന്നുള്ള ടാപ്പറാണുള്ളത്. ഈ സൈഡ് ഒരു വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്പിഗോട്ടിന്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു അറ്റത്ത് നിന്ന് 24 ഡിസ്റ്റൻസ് വിട്ടിട്ടാണ്, ഈ ഒരു അറ്റത്ത് നിന്ന് 24 ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മുടെ ഒരു ക്വാർട്ടർ നിൽക്കുന്നത്. അപ്പം നമുക്കത് വരക്കാൻ വേണ്ടി ഇവിടെ എക്സ്ട്രൂഡ് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്, കാരണം നമുക്ക് നടുവിലൂടെ ഹോള് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എക്സ്ട്രൂഡ് എടുക്കാം, പ്ലേസ്മെന്റിൽ ഡിഫൈനിൽ നമുക്ക് ഈ ഒരു നടുവിലത്തെ ഈ ഒരു പ്ലെയിൻ ആണ് ആവശ്യം, ഫ്രണ്ട് പ്ലെയിൻ ആണ്. ഈ ഒരു പ്ലെയിനിൽ സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ വ്യൂ ഒന്ന് ഞാൻ മാറ്റുകയാണ്, കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഹിഡൻ ലൈൻ ഇത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഒരു അറ്റത്ത് നിന്ന് ഈ ഒരു അറ്റം, ഈ ഈ ഒരു ക്വാർട്ടറിന്റെ ഈ ഒരു എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് 24 ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓഫ്സെറ്റ് ചെയ്താൽ മതി, 24 ഓഫ്സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് 24, അപ്പൊ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് 24 ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ ഓഫ്സെറ്റ് ഓപ്ഷൻ എടുക്കുക, ലൈൻ സെലക്ട് ചെയ്യുക, എറോ മാർക്ക് -24. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മുടെ ക്വാർട്ടറിന്റെ വെർട്ടിക്കൽ എഡ്ജ് വരുന്നത്. പിന്നെ ഇനി ക്വാർട്ടറിന്റെ ഡയമെൻഷൻ നോക്കിയാൽ കാണാം. ക്വാർട്ടറിന്റെ ഡയമെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് സെൻട്രലിൽ 30 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 30 ഒരു ലൈനാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഇറക്കാൻ വേണ്ടി ലൈൻ കമാൻഡ് എടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 30 ഒരു ലൈനാണ് ആവശ്യം. എസ്കേപ്പ് ചെയ്ക്കുന്നു, ഡയമെൻഷൻ 30 ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ടാപ്പേർഡ് ക്വാർട്ടർ വരക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ലൈൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്താൽ, എന്നിട്ട് ലൈൻ കമാൻഡ് എടുക്കാം. ഈ ഒരു ക്വാർട്ടറിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഇവിടെ 96 ആണ്. അപ്പോൾ 96ന്റെ പകുതി 48 മുകളിലോട്ടും 48 താഴോട്ടേക്കും ലൈൻ വരക്കുക. ലൈൻ എടുക്കുന്നു, അപ്പോൾ ഈ ഒരു അറ്റാണ്, ഇതാണ് വെർട്ടിക്കൽ എഡ്ജ് ക്വാർട്ടറിന്റെ. ഇവിടെ നിന്ന് മുകളിലോട്ടേക്ക് 48. എസ്കേപ്പ് ചെയ്യുക, അതിൻ്റെ ഡയമെൻഷൻ 48 എന്ന് കൊടുക്കുക. അതിന് വീണ്ടും ലൈൻ എടുക്കുക. നമുക്കിനി താഴോട്ടേക്ക് 48 ആണ് വേണ്ടത്. ലൈൻ ഇവിടെ സെലക്ട് ചെയ്ത് താഴോട്ടേക്ക്, അത് പച്ച കളർ, മേലത്തെ ലൈന് പച്ച കളർ എപ്പോഴാണെന്നോ അപ്പോൾ സ്റ്റോപ്പ് ചെയ്താണ്. അപ്പോൾ ഇതും കറക്റ്റ് 48 തന്നെ നമുക്ക് കിട്ടും. 48 ഇട്ടിരിക്കണം. അപ്പോൾ മൊത്തം 96 ആണ്. ഇവിടുന്ന് ഇവിടുത്തെ വരെ 30 ലെങ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പേർഡ് എഡ്ജാണ് വരക്കാനുള്ളത്. അപ്പോൾ ടാപ്പർ എഡ്ജ് വരക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1:24 ആണ് ടാപ്പർ ഉള്ളത്. ഇത് അർത്ഥമാക്കുന്നത് ഓരോരോ 24 മില്ലിമീറ്റർ മൂവ് ചെയ്യുന്നതോളം വിഡ്ത്ത് 1 മില്ലിമീറ്റർ കൂടും അല്ലെങ്കിൽ കുറയുന്നതാണുള്ളത്. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഓരോരോ മില്ലിമീറ്റർ കഴിഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോൾ, അപ്പോൾ 24 48ആണ് ഏറ്റവും ടോപ്പ് ഭാഗം. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ മുകളിലേക്ക് എത്തുമ്പോൾ ടാപ്പർ ഇങ്ങോട്ടേക്ക് വലുതാവാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന നേരം ഒരു 24 ആണ് 48. അപ്പം വീതിയിൽ 2 മില്ലിമീറ്റർ ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 30 ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഭാഗം 32 ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ താഴോട്ടേക്ക് പോകണമെങ്കിൽ ഇവിടെ നടു 30 ആണെങ്കിൽ താഴത്തെ ഈ ലൈന് 28 ആയിരിക്കും. അങ്ങനെയാണ് 1:24 എന്നുള്ള രീതിയിലുള്ള ടാപ്പർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും വരക്കുകയാണെങ്കിൽ, അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 32 ഡയമെൻഷൻ വരണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. അത് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൻ്റെ അതേ ഡയമെൻഷനിലായിട്ട് നമ്മൾ വരച്ചത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേറൊരു വഴിയുള്ളത്, ഇവിടെയുള്ള ഈ കൺസ്ട്രെയിൻ സെലക്ട് ചെയ്യാം, അതങ്ങ് ഡിലീറ്റ് കൊടുത്തേക്കാം. ഈ കൺസ്ട്രെയിനുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതിനെ നമ്മുടെ ഡയമെൻഷനിലേക്ക് മാറ്റാൻ പറ്റും. എന്നിട്ട് അത് എഡിറ്റ് ചെയ്യാം, 32 ആയി കൊടുക്കാം. അതേപോലെ തന്നെ ലൈന് വീണ്ടും എടുക്കുക. താഴത്തെ വിഡ്ത്ത് വരുന്നത് 28 ആണ്, 2 മില്ലിമീറ്റർ ആണ് കുറവ് വരുന്നത്.
അപ്പോൾ അത് നമ്മൾ ഒരു 28 ഡയമെൻഷൻ ആയി കൊടുക്കാം. ഇനി ഒരു ലൈൻ വരക്കാം, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ടാപ്പേർഡ് കീ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ്ട്രൂഡ് ചെയ്തെടുക്കണം. അതിന് ഈ കീയുടെ ക്വാർട്ടർ കീയുടെ വിഡ്ത്ത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നുമില്ല, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതൊരു സോറി, ഇതിൽ ഒരു ലൈൻ എക്സ്ട്രാ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പർപ്പിൾ കളർ ആയിട്ടില്ലല്ലോ, പർപ്പിൾ കളർ ആയാൽ മാത്രമാണ് നമുക്കിത് എക്സ്ട്രൂഡ് ചെയ്യാൻ ഉള്ള ഒരു ഗ്രീൻ സിഗ്നൽ ആവുള്ളൂ. അപ്പോൾ ഇനി ഇത് എക്സ്ട്രൂഡ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡിങ് വിത്ത് അടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 8 ആണ്. ഈ 8 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു പ്ലെയിൻ, നമ്മളിപ്പോൾ വരച്ച പ്ലെയിൻ്റെ 2 സൈഡിലായിട്ടാണ് 8 വരുന്നത്. അപ്പം ഇപ്പുറം 4 അപ്പുറം 4 ആണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കിട്ടാൻ വേണ്ടി ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, മുകളിൽ നോക്കിയാൽ കാണാം. ഇതാ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലെയിനിൻ്റെ 2 സൈഡിലായിട്ടാണ് ആ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ഇതായിരുന്നു, ഇതിന് 2 സൈഡിലായിട്ടാണ് ഈ ഒരു 8 വരിക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 അങ്ങോട്ടേക്ക് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ഒരു റിമൂവ് മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കണം, റിമൂവ് മെറ്റീരിയൽ. അപ്പോൾ ഇത് കൊടുത്താലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഹോൾ അവിടെ കിട്ടുള്ളൂ. ഇതിന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സ്പിഗോട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനി നമ്മുടെ ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വാർട്ടർ പിന്നാണ് വരയ്ക്കേണ്ടത്. ക്വാർട്ടർ പിന്ന് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഒരു ടേപ്പർ അവിടെയുള്ള ഹോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെയിം ഡയമെൻഷനിൽ അതിനൊന്ന് എക്സ്ട്രൂഡ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഈ മേലുള്ള 2 ആർക്കുകൾ അത് ഒരു റഫ് ഡയമെൻഷനാണ്, പ്രത്യേകിച്ച് ഡയമെൻഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിനാണ് തന്നെ പുതിയൊരു പാർട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫയലിൽ ന്യൂ എടുക്കുക, ന്യൂവിൽ പാർട്ടിൽ നമ്മൾ ആ ക്വാർട്ടർ പിൻ്റെ പേര് ക്വാർട്ടർ അടിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ക്വാർട്ടർ പിൻ്റെ ഹോളുകളൊക്കെ നേരത്തെ വരച്ചുകൊണ്ടിരുന്നതൊക്കെ ഫ്രണ്ട് പ്ലെയിനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതും ഫ്രണ്ട് പ്ലെയിനിൽ തന്നെ വരക്കണം. അപ്പോൾ എക്സ്ട്രൂഡ് ആണ് ഓപ്ഷൻ. എക്സ്ട്രൂഡ്, പ്ലേസ്മെൻറ്റിൽ, ഡിഫൈനിൽ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഇത് ടോപ്പാണ്, സോറി ഇതാണ് ഫ്രണ്ട് പ്ലെയിൻ. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം, സ്കെച്ച് കൊടുക്കുക. ഇനി ക്വാർട്ടറിൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഡയമെൻഷനിൽ വരക്കണം. അപ്പോൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ടേക്ക് 48ഉം താഴോട്ടേക്ക് 48ൻ്റെയും 2 ലൈനുകൾ വരക്കാം. 96 ആണ് വെർട്ടിക്കൽ എഡ്ജിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇവ രണ്ടും 48, 96 ആണ്. നമുക്കറിയാം ഇതിൻ്റെ താഴെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് വിഡ്ത്ത് 28ഉം മുകളിൽ നിന്നും ഉള്ള വിഡ്ത്ത് 32 ആണ്. ഇനി ലൈൻ ഉപയോഗിച്ചിട്ട് ഇതും അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ക്വാർട്ടറിൻ്റെ ഔട്ട്ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എക്സ്ട്രൂഡ് ചെയ്തെടുക്കാം. ക്വാർട്ടറിൻ്റെ തിക്നെസ് വരുന്നത് 8 ആണ്, 8 കൊടുത്തേക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർ പിന്നിൻ്റെ ഏകദേശം രൂപം കഴിഞ്ഞു. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ക്വാർട്ടർ പിന്നെ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ആർക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ആർക്ക് ഷേപ്പ് ഉണ്ട്. ആർക്ക് ഷേപ്പ് കൊണ്ട് ഈ ഒരു ട്രയാങ്കുലർ കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഡയമെൻഷൻ ഒന്നും തരാത്ത സ്ഥിതിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആർക്ക് വരച്ചിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് വീണ്ടും എക്സ്ട്രൂഡ് ഓപ്ഷൻ എടുക്കുക. പ്ലേസ്മെൻറ്റ്, ഡിഫൈൻഡ്, ഈ ഒരു ഫ്രണ്ട് ഇതിൻ്റെ ഈ ഒരു മുന്നിലത്തെ സർഫേസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സർഫേസ് സെലക്ട് ചെയ്യാം, സ്കെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആർക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആർക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം വരയ്ക്കാൻ ആർക്ക്, എന്നാലാണ് കറക്റ്റ് ഈ 2 സൈഡിൽ നമുക്ക് ആർക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ചെയ്യാം. ഈ ഒരു ലൈന് പ്രൊജക്റ്റ് ചെയ്യാം. ഈ ഒരു ലൈന് പ്രൊജക്റ്റ് ചെയ്തിട്ട് സെൻട്രൽ ലൈൻ എടുക്കാം. സെൻട്രൽ ലൈൻ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ സെലക്ട് ചെയ്യാം. ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ അവിടെ വരച്ചേക്കാം.
ഇനി നമുക്ക് ആർക്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ മേലെ നോക്കിയാൽ കാണാം. ആർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ആർക്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഞാൻ 3 പോയിന്റ് ആണ്, 3 പോയിന്റ് അല്ലെങ്കിൽ സെന്റർ ആൻഡ് എൻഡ്, ഇതായിരിക്കും കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവുക. അപ്പോൾ സെന്റർ ആൻഡ് എൻഡ് ആർക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ വരച്ച സെൻട്രൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആർക്ക്, നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ള ഒരു ആർക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് സെന്റർ ആക്കി സെലക്ട് ചെയ്യാം. ആർക്ക് നമ്മൾ ഈ ഒരു അറ്റം ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരച്ചിടാം. ഇവിടെ നിന്ന് ഇവിടത്തെ വരെയാണ് നമുക്ക് ആർക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ മുകളിലത്തെ ഭാഗത്തുള്ള ആർക്ക് അവിടെ ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ താഴെയും ഒരു ആർക്ക് വേണം. അപ്പോൾ ഈ ആർക്കിനൊന്നും ഡയമെൻഷൻ ഒന്നും തരാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റഫ് ഡയമെൻഷനിൽ വരക്കുന്നത്. ഏകദേശം ഞാൻ മുകളിലെടുത്ത അതേ സെൻറ്റർ തന്നെ ആ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് ഇവിടെയും സെൻറ്റർ എടുക്കാൻ ശ്രമിക്കാം. ഏകദേശം കറക്റ്റ് ആർക്ക് കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ്, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു സെൻട്രൽ ലൈൻ ഉള്ളത് ഈ ഒരു ലൈനിന്റെ സെൻട്രൽ ലൈനാണുള്ളത്. അപ്പോൾ ഈ സെൻട്രൽ ലൈൻ വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് സിമെട്രിക് ആയിട്ടുള്ള ആർക്ക് കിട്ടില്ല. വീണ്ടും സെൻട്രൽ ലൈൻ വീണ്ടും പ്രൊജക്റ്റ് ചെയ്യാം. ഈ അടിയിലത്തെ ഈ ഒരു ലൈനെ പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പകുതിയിലൂടെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ വരക്കുന്നത്. സെൻട്രൽ ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. പകുതി എവിടെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്നു. മുകളിലോട്ടേക്ക് വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. ഇനി നമ്മൾ ആർക്കിന്റെ ഓപ്ഷൻ സെന്റർ ആൻഡ് എൻഡ് ആർക്ക്, ഞാൻ ഏകദേശം ഇവിടെ ഒരു സെന്റർ കൊടുക്കുകയാണ്. ഈ ഒരു വലുപ്പം മതിയാവും. ഏകദേശം മേലത്തെ അതേ ആർക്കിന് ഡയമെൻഷൻ ഉണ്ട്. ഞാനിതാ ഇവിടെ മുതൽ ഇവിടെ വരെ ആർക്ക് അവിടെ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ അങ്ങ് ഒഴിവാക്കിയേക്കാം. ഇനി ഇത് എക്സ്ട്രൂഡ് ചെയ്തെടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്ത് നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇങ്ങോട്ടേക്കാണ് എക്സ്ട്രൂഡ് വേണ്ടത്. അപ്പോൾ ഏറോ മാർക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം 8 എടുത്ത് വരുന്നത്. 8 എടുത്തേക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇത് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നോക്കി കാണാം ഒരു ചെരിഞ്ഞൊരു കട്ടിങ് കൂടി വരാനുണ്ട് ഈ ആർക്കിന് തന്നെ. അപ്പോൾ അതെങ്ങനെ വരുത്താൻ നോക്കാം. അപ്പോൾ അത് വരുത്താൻ വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. നമുക്ക് ഈ പ്ലെയിനിൽ ഒരു ട്രയാങ്കുലർ കട്ടിങ് രണ്ട് സൈഡിലും കൊടുത്തിട്ട് അത് റിമൂവ് മെറ്റീരിയൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീണ്ടും എക്സ്ട്രൂഡ് എടുക്കുക. പ്ലേസ്മെന്റ് ഡിഫൈനിൽ ഈ ഒരു പ്ലെയിൻ റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. സ്കെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു ട്രയാങ്കുലർ കട്ടിങ്, അതിനും പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നും തന്നിട്ടില്ല. നമുക്ക് പ്രൊജക്റ്റ് ഓപ്ഷൻ എടുക്കാം. ഈ ലൈനും താഴത്തെ ഈ ലൈനും ഒന്ന് പ്രൊജക്റ്റ് ചെയ്തെടുക്കാം. ഇനി ലൈൻ ഓപ്ഷൻ എടുക്കാം. ഒരു റഫ് ഡയമെൻഷനാണ് ആവശ്യമുള്ളൂ. ഇവിടുന്ന് ഇവിടുത്തെ വരെയുള്ള ഡയമെൻഷൻ ലൈനിൽ വരച്ചെടുക്കാം. ഇങ്ങോട്ടേക്കും വരക്കാം. ഏകദേശം ഒരു സെൻറ്റർ വരെയൊന്നും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സെൻറ്ററിൻ്റെ കുറച്ച് ഇങ്ങോട്ടാക്കി വെച്ചിട്ട് ഇവിടെ വെച്ച് നമുക്ക് ആ ട്രയാങ്കിൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതേ ട്രയാങ്കിളിന് ഇപ്പുറം കൂടി വരക്കാനുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ലൈൻ എടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ സെലക്ട് ചെയ്യാം. ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഇപ്പുറത്തേക്ക് മിറർ ചെയ്താൽ മതി. അപ്പോൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ ഒന്ന് കൺട്രോൾ ഞെക്കിയിട്ട് 2, 3 ഈ 3 സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം മിറർ നല്ലൊരു ഓപ്ഷൻ കാണാം. മിറർ അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് മിറർ ആയിട്ട് വന്നതാണ്. ഓക്കെ, ഇനി ഇതേ പരിപാടി നമ്മൾ അപ്പുറത്തും ചെയ്യും. താഴെ ഇതേ പരിപാടി ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എടുക്കുന്നു. ഏകദേശം ഈ ഒരു പകുതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ നമുക്ക് മിറർ ചെയ്യണം. മിറർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം. എന്നിട്ട് പർപ്പിൾ കളർ ആകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്കിൽ മാത്രമാണ് എക്സ്ട്രൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ എവിടെയോ ഒരു എക്സ്ട്രാ ലൈൻ കിടക്കുന്നുണ്ട്. ഇവിടെ ഇത് ജോയിൻ്റ് ആയി കാണുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ചപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങിപ്പോയിട്ടുണ്ട്. വരക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നീങ്ങാത്ത രീതിയിൽ. ഇവിടെ ജോയിൻ്റ് ആയിട്ടില്ല. നമുക്ക് അങ്ങ് ജോയിൻ്റ് ആയി കൊടുക്കാം. ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ്റ് കൊടുക്കാം. ഇനി ആവശ്യമില്ലാത്ത ഈ ഒരു ലൈനും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ പർപ്പിൾ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കാം. വേറെയും പ്രശ്നമൊന്നുമില്ല. ഓക്കെ കൊടുക്കാം. നമുക്ക് മെറ്റീരിയൽ റിമൂവൽ ആണ് ആവശ്യം. ഇങ്ങോട്ടേക്കാണ് കട്ട് ചെയ്ത് പോകേണ്ടത്. സോറി, ഇങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അപ്പോൾ റിമൂവ് മെറ്റീരിയൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ
ക്വാർട്ടർ പിന്ന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതും നമ്മുടെ ആ ഒരു വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് സോക്കറ്റ് ആണ്. സോക്കറ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതൊരു ഹോളോ ഷാഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ സ്പിഗോട്ട് വരച്ച പോലെ ആക്സിസിനെ ടച്ച് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോളോ ആവില്ല. ആക്സിസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഇത് വരയ്ക്കാൻ. ഇത്രയും ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം വരച്ചു കഴിഞ്ഞാലാണ് ഇവിടെയുള്ള ഹോളോ കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെ വരക്കാൻ നോക്കാം. അപ്പൊ അതിനായി നമ്മൾ ഫയലിൽ പുതിയൊരു പാർട്ട് ഓപ്പൺ ചെയ്യാണ്. പാർട്ടിന്റെ പേര് സോക്കറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ റിവോൾവ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ റിവോൾവ് ഓപ്ഷൻ എടുക്കുന്നു. ഫ്രണ്ട് പ്ലെയിനിൽ തന്നെയാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പ്ലെയിൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സെൻട്രൽ ലൈനാണ്. സെൻട്രൽ ലൈന് സെൻട്രൽ കൂടെ വരയ്ക്കുക. ഇതൊക്കെ നേരത്തെ പറഞ്ഞതേ മെത്തേഡ് തന്നെ. ഇനി നമുക്ക് സോക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവും. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ ഉള്ളത് ഡയമീറ്റർ തന്നെയാണ്. ഡയമീറ്റർ ഇവിടെ 24 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മേലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 12 ആയിരിക്കും. ലൈൻ എടുക്കാം. റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ക്ലിക്ക് ചെയ്യുന്നു. മുകളിലോട്ടേക്ക് നമ്മൾ 12ന്റെ ഒരു ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. മുകളിലോട്ട് 12 ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ ഇവിടെ എടുത്തിരിക്കുന്നത് 15 തന്നെയായിരുന്നു. ഇത് ഈ ഒരു ഷാഫ്റ്റിന്റെ ലെങ്ത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടില്ല. ഷാഫ്റ്റ് അങ്ങോട്ടും നീണ്ടു കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാം. നേരത്തെ 15 എടുത്തുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്കത് 15 തന്നെ എടുക്കാം. ഇതിന്റെ ഡിസ്റ്റൻസ് 15 ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ഹൈറ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇതിന്റെ ഡയമീറ്റർ 48 വരുന്നത്. അപ്പൊ സെന്ററിൽ നിന്ന് ഇതിന്റെ മേലെ വരെയുള്ള ഡിസ്റ്റൻസ് 24 ആയിരിക്കണം ഉണ്ടാകുക. അപ്പൊ ഇവിടുന്ന് ഇവിടുത്തെ വരെയുള്ള 12 നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 24 കിട്ടണമെങ്കിൽ ഇവിടുന്ന് ബാക്കി 12 വരച്ചാൽ മതി. ഇവിടുന്ന് ഇവിടുത്തെ വരെ 12 വരച്ചു, ഇങ്ങോട്ടേക്ക് 15 വരച്ചു. ഈ മൊത്തം 24 കിട്ടണമെങ്കിൽ മേലോട്ടേക്ക് 12 ആണ് കിട്ടേണ്ടത് അല്ലേ? കാരണം ഇതിന്റെ ഡയമീറ്റർ 48 എന്നാണ് തന്നിരിക്കുന്നത്. 48 ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പകുതിന്ന് മേലോട്ടേക്ക് 24 ആയിരിക്കും. ഇവിടുന്ന് മേലോട്ടേക്ക് 12 ഉണ്ട്, ഇങ്ങോട്ടേക്ക് 15 വരച്ചിട്ടുണ്ട്. ബാക്കി അപ്പൊ 12 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി മേലോട്ടേക്ക് 12 വരക്കാം. ഇത് 12 തന്നെ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഈ ലൈന് മേലോട്ടേക്ക് വരക്കുമ്പോൾ ആദ്യം വരച്ച ലൈൻ എപ്പോഴാണോ പച്ചയാകുന്നത് അപ്പൊ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് 12 തന്നെ ആയിക്കോളും. ഇതിപ്പോ 12 ആണ്, സെയിം ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ഡയമെൻഷൻ അവിടെ കാണിക്കില്ല നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 12 ആണ് എന്നുള്ളത് ഓൾറെഡി അറിയുന്നതാണ്. ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ഇവിടെയും മാറും. അപ്പോൾ ഓക്കെ, ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ലെങ്ത് ആണ് അറിയേണ്ടത്. ഈ ഒരു ലെങ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഈ ഒരു ലെങ്ത് നമുക്കിവിടെ ഡയമെൻഷനിൽ അളന്നെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അളന്നാൽ തന്നെ കാണാം 12, 5, 24, 30. ഇത് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് കിട്ടും. അപ്പോൾ അത് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ 71 ആണ് കിട്ടുക. അപ്പോൾ ആ ഒരു ലെങ്ത് നമുക്ക് 71 ആണ് വേണ്ടത്. അപ്പോൾ ലൈന് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വെറുതെ വരക്കുക, എസ്കേപ്പ് അടിക്കുക. അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ ഇവിടെ ഉണ്ട്, അത് എഡിറ്റ് ചെയ്യുക, 71 ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു, ഇവിടം വരെ വരച്ചു കഴിഞ്ഞു. ഇനി ഇവിടം വരെ വരച്ചു കഴിഞ്ഞാൽ ഇത് മുകളിലോട്ടേക്കുള്ള ഈ ഒരു കോളറിന്റെ ഡയമീറ്റർ 60 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് മുകളിലേക്ക് 30 ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ സെന്ററിൽ നിന്ന് മുകളിലേക്ക് 30 ആണ് ഉണ്ടാവേണ്ടത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് 24 ആണെന്ന് ഇവിടെ നമുക്കറിയാം. 24 എന്ന് വെച്ച് ബാക്കി 30ലേക്ക് എത്താൻ വേണ്ടി എത്ര ഉണ്ടാവും? 24, 30 എന്ന് വെച്ചാൽ 6 ആണ് വരിക അല്ലേ? അപ്പൊ മുകളിലേക്ക് നമുക്ക് ഒരു 6ന്റെ ലൈനും കൂടി വരക്കണം. ഒരു ലൈൻ വരക്കുന്നു, എസ്കേപ്പ് അടിക്കുക, അതിന്റെ ഡയമെൻഷൻ 6 എന്ന് കൊടുക്കാം. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 30 ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇത് ഇവിടുന്ന് ഇവിടുത്തെ 24 ആണ്, 24, 6, 30. ഇനി ഇതിന്റെ വിഡ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് 24 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ തന്നെ 24 ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരക്കാം. അപ്പോൾ വരക്കുന്നതൊക്കെ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കാം. ഡയമെൻഷൻ എഡിറ്റ് 24 ആക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം വരച്ചു കഴിഞ്ഞു. ഇനിയാണ് ഇതിന്റെ താഴോട്ടേക്കുള്ള ഡയമെൻഷനുകൾ നോക്കേണ്ടത്. താഴോട്ടേക്ക് ഇത് ഹോളോ ആണ്. അപ്പോൾ താഴോട്ടേക്കുള്ള ഡയമെൻഷൻ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ വരച്ച സ്പിഗോട്ടിന്റെ ഈ ഒരു ഡയമെൻഷൻ നമുക്ക് ഓർമ്മയിൽ വേണം. സ്പിഗോട്ടിന്റെ ഈ ഒരു ഡയമെൻഷൻ D1 നമ്മൾ വരച്ചിരിക്കുന്നത് 30 ആയിരുന്നു.
അപ്പൊ ഇവിടുന്ന് ഇവിടത്തെ വരെ 30ആണ്. ടോട്ടല് 60ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ഡയമീറ്റർ. സോറി, പറഞ്ഞതിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഡയമീറ്റർ ആണ് 30. അപ്പം സെന്ററിൽ നിന്ന് മുകളിൽ വരെയുള്ള ഡിസ്റ്റൻസ് 15 ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇതിന്റെ ഡയമീറ്റർ ടോട്ടൽ 60ആണ്. അപ്പൊ സെന്റർ മുതൽ മുകളിൽ വരെ 30 ഉണ്ടായിരിക്കണം. ഇവിടുന്ന് ഇവിടുത്തെ വരെ 15ആണെന്ന് നമുക്കറിയാം. ബാക്കി അങ്ങനെയാണെങ്കിൽ 15ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്ക് 15ന്റെ ഒരു ലൈൻ വരയ്ക്കുക. താഴോട്ടേക്ക് 15ന്റെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഏകദേശം എവിടെയും പച്ച കളർ ആവാണ്ട് തന്നെ നോക്കാം. അപ്പോൾ എന്നാലാണ് നമുക്ക് ഡയമെൻഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പച്ച കളർ ആവാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ലൈന് സ്റ്റോപ്പ് ചെയ്താൽ മതി. എന്നിട്ട് എസ്കേപ്പ് അടിക്കുക. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ അവിടെ വരും. നമ്മൾ അവിടെ നിന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് 15 എന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടി. ഇനി ഈ ഒരു ഹോളോ ഷാഫ്റ്റ് ആണ്. ഹോളോ ഷാഫ്റ്റിന്റെ ഇവിടെ നിന്ന് ഇവിടത്തം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂടി അറിഞ്ഞാൽ മതി. അത് നമുക്ക് ഇവിടുന്ന് അളന്നെടുക്കാവുന്നേ ഉള്ളൂ. 24, 30, 24, 5 ഇത്രയാണ് ഈ ഒരു ഹോളിന്റെ അല്ലെങ്കിൽ ഹോളോ ഷാഫ്റ്റിന്റെ ഈ ഒരു ഹോളിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണല്ലേ. 24, 30, 24, 5 കൂടി കൂട്ടിയാൽ മതി. അത് വരുന്നത് 83ആണ്. ഇത് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഇങ്ങോട്ടേക്കുള്ള ഡയമെൻഷൻ ഹോളോ ഷാഫ്റ്റിന്റെ ഹോളാണ് വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങോട്ടേക്ക് 53ആണ് വേണ്ടത്. ജസ്റ്റ് സിമ്പിൾ ഒരു ലൈൻ വരയ്ക്കാം. അതിന്റെ ഡയമെൻഷൻ ഓക്കെ. അതിന്റെ ഡയമെൻഷൻ ഇവിടെ ഉള്ളത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡയമെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഒരു ലൈനിന്റെ ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്ട്രാ വേറെ തന്നെ കൊടുക്കാം. അതിനാണ് ഇവിടെ ഒരു ഡയമെൻഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഡയമെൻഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏത് ലൈനിലാണോ ഡയമെൻഷൻ ചെയ്യേണ്ടത് ആ ലൈനെ ക്ലിക്ക് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്കാണ് മൗസ് ചെയ്യേണ്ടത്. എന്നിട്ട് എങ്ങോട്ടാണോ ഡയമെൻഷൻ നമുക്ക് എഴുതി കിട്ടേണ്ടത് താഴോട്ടേക്ക് ആണെങ്കിൽ താഴോട്ടേക്ക് മൗസ് മൂവ് ചെയ്യാം. എന്നിട്ട് മൗസിന്റെ സെൻട്രൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിന്റെ ഡയമെൻഷൻ ഇവിടെ കൃത്യമായിട്ട് വരും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മുടെ ഡയമെൻഷൻ വേണ്ടത് 83 ആയിരുന്നു. 83 എടുക്കാം, എൻ്റർ അടിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെയും ഇവിടെയാണ് ഇപ്പോൾ ഓപ്പൺ പോയിന്റുകളിൽ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യണ്ട. നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് ഇങ്ങനെ കുത്തനെ താഴോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുമാണ് ജോയിൻ ചെയ്യേണ്ടത്. എന്നാലാണ് അത് നമുക്ക് കറക്റ്റ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹോളോ ഷാഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ താഴോട്ടേക്കും ജോയിൻ ചെയ്തു, ഇവിടെയും ജോയിൻ ചെയ്തു. ഇത്രയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആയി കഴിഞ്ഞു. ഇനി അത് നമുക്ക് റിവോൾവ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു പർപ്പിൾ കളറിലും കൂടി വന്നു കഴിഞ്ഞാൽ കോൺഫിഡൻറ്റോടെ നമുക്ക് അതിനെ റിവോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ. എന്നിട്ട് ഇനിയിപ്പോൾ ഈ പച്ചട്ടിക്ക് ക്ലിക്ക് ചെയ്യാം. ഈ പച്ചട്ടിക്ക് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണാം നമ്മുടെ സോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി സോക്കറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ആ സ്പിഗോട്ടിൽ വരച്ച പോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ പിന്ന് പ്ലേസ് ചെയ്യാനുള്ള ഹോളും കൂടി വരച്ച് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെ വരക്കാൻ നോക്കാം. അതിനാദ്യം നമ്മളെ ഈ ക്വാർട്ടർ പിന്നിന്റെ ഈ വെർട്ടിക്കൽ എഡ്ജ് നമ്മുടെ സോക്കറ്റിന്റെ ഈ ഒരു അറ്റത്ത് നിന്ന് എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാന്ന് അറിഞ്ഞാൽ മതി. അത് ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാം. 24 ഈ ഒരു അറ്റത്ത് നിന്ന് 24 വിട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ക്വാർട്ടർ പിന്നിന്റെ വെർട്ടിക്കൽ എഡ്ജ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചിത്രത്തിലേക്ക് വരാം. നേരത്തെ പോലെ തന്നെ ഈ ഒരു സെൻട്രൽ പ്ലെയിനിൽ ഇവിടെയുള്ള ഈ ഫ്രണ്ട് പ്ലെയിനിൽ തന്നെയാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആ ഹോൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രൂഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. പ്ലേസ്മെന്റിൽ ഡിഫൈൻ ചെയ്യുന്നു. ഈ ഒരു സെൻട്രലിലുള്ള ഫ്രണ്ട് പ്ലെയിന് ഡിഫൈൻ ചെയ്യാണ്. സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വ്യൂ ഹിഡൻ ലൈനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ 24 എന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നെയാണ് ഇതിന്റെ ഇവിടെ നിന്നാണ് ഈ ഒരു വെർട്ടിക്കൽ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. പ്രൊജക്റ്റ് ഓപ്ഷൻ എടുക്കുക. ഈ ലൈനിലാണല്ലോ ഇതാണല്ലോ നമ്മളെ വെർട്ടിക്കൽ എഡ്ജ് വരുന്നത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം വെർട്ടിക്കൽ എഡ്ജ് വരുന്നത് ഈ ഒരു ലൈനിൽ തന്നെയാണ്. അപ്പോൾ ഓക്കെ. ഇവിടെയുള്ള ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക പ്രൊജക്റ്റിൽ. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് ക്വാർട്ടറിന്റെ സെൻറ്ററിലത്തെ ഡയമെൻഷൻ നേരത്തെ പോലെ തന്നെ 30 ആണെന്ന് അറിയാം. അപ്പോൾ ഒരു ലൈൻ എടുക്കുന്നു, ഒരു ലൈൻ വരക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് 30 ആക്കാം. അപ്പോൾ ഇതാണ് സെൻറ്ററിലത്തെ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ നേരത്തെ ക്വാർട്ടർ വരച്ച മാതിരി തന്നെ ടാപ്പേർഡ് ക്വാർട്ടറാണ് വരയ്ക്കാനുള്ളത്. മൊത്തം ലെങ്ത് നമുക്കറിയാം 96 ആണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ലൈൻ എടുക്കുന്നു,
മുകളിലോട്ടേക്ക് 48, ഒരു സോറി ചെരിഞ്ഞുപോയി, മുകളിലോട്ടേക്ക് 48, താഴോട്ടേക്കും 48. അപ്പോൾ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് 48 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 48 ഡയമെൻഷൻ തന്നെ ഉണ്ട്. മൊത്തം 96 ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേയും ഡിസ്റ്റൻസ് നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം. ഇങ്ങോട്ടേക്ക് 32 അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 28. ഈ ലൈൻ എടുക്കുന്നു, ഈ ലൈനും കൂടി ജോയിൻ ചെയ്യുന്നു, നടുവത്തെ ലൈൻ ഒഴിവാക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തെടുത്താൽ മതി. എക്സ്ട്രൂഡ് ചെയ്തെടുത്തിട്ട് മെറ്റീരിയൽ റിമൂവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ എവിടെയായി. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി വ്യൂ ഞാൻ മാറ്റാണ്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ എങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷനിൽ ഈ ഒരു സിമെട്രിക്കൽ എക്സ്ട്രൂഡ് സിമെട്രിക്കലി ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ സ്കെച്ച് പ്ലെയിൻ, പ്ലെയിൻ്റെ രണ്ട് സൈഡിലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷൻ 8 അറിയാം, 8 സെലക്ട് ചെയ്ത് കൊടുക്കുക, റിമൂവ് മെറ്റീരിയൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സോക്കറ്റും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ അസംബിൾ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യാനുള്ളത്. ഇതിനി നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കുക. ഇനി ചെയ്യാനുള്ളത് അസംബ്ലിയാണ്. നമ്മൾ ഓരോരോ പാർട്സുകൾ എടുത്ത് അസംബിൾ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വീണ്ടും ഫയലിൽ ന്യൂ എടുക്കുക. ഇവിടെ പാർട്ടിന് പകരം അസംബ്ലി, നമുക്ക് അസംബിൾ ചെയ്യാൻ തോന്നുന്ന അസംബ്ലി എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഇതിൻ്റെ പേര് നമുക്ക് മാറ്റാം, സ്പിഗോട്ട് സോക്കറ്റ്. തൽക്കാലം ഞാൻ തടിയാണ്, സ്പിഗോട്ട് സോക്കറ്റ്. ഓക്കെ, പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രയോലെ അസംബിൾ ചെയ്ത ഇൻ്റർഫേസ്. വലിയ വ്യത്യാസമൊന്നുമില്ല, 3 പ്ലെയിനുകളുണ്ട്. ഇവിടെ നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, മേലെ അസംബിൾ എന്നുള്ളൊരു ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വരച്ച വർക്കിംഗ് ഡയറക്ടറികൾ നമ്മുടെ പാർട്സുകളൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്പിഗോട്ടാണ് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പിഗോട്ട് സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ സ്പിഗോട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റത്തെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാനില്ല. നമുക്ക് കറക്റ്റ് രീതിയിൽ തന്നെ ഈ മുകളിൽ തന്നെ ഈ ഒരു ഹോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് ഓക്കെ കൊടുത്തേക്കാം. ഇനി നെക്സ്റ്റ് സോക്കറ്റ് നമുക്ക് ഇതിലേക്ക് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ സോക്കറ്റിനെ ഇതിലേക്ക് അസംബിൾ ചെയ്യണം. അപ്പോൾ വീണ്ടും അസംബിൾ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അതിൽ സോക്കറ്റ് സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് വന്നതായിട്ട് കാണാം. പക്ഷേ ഇത് എവിടെയോ ആണ് നിൽക്കുന്നത്, കാരണം ഇത് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറി നിൽക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ 2 ആക്സിസുകളും ഒരു സിംഗിൾ ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരൊറ്റ സിംഗിൾ ലൈനിലുള്ള രീതിയിലേക്ക് ആയിക്കോളും, ഒരു ആക്സിസായി മാറിക്കോളും. അപ്പോൾ ഈ 2 ആക്സിസും സ്ട്രെയിറ്റ് ലൈനിലേക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ പ്ലേസ്മെന്റ് കാണാം. പ്ലേസ്മെന്റിൽ ഇവിടെ തൽക്കാലം ഒന്നും ചെയ്യാനില്ല, കൺസ്ട്രെയിൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതാണ് ടൈപ്പ് കൺസ്ട്രെയിൻ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് കോയിൻസിഡൻ്റ് ആണ്. കോയിൻസിഡൻ്റ് എന്ന് വെച്ചാൽ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോയിൻസിഡൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൻ്റെ സെൻട്രൽ ലൈനും ഇതിൻ്റെ സെൻട്രൽ ലൈനാണ് ഒറ്റ സ്ട്രെയിറ്റ് ലൈനിലേക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻട്രൽ ലൈനും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിൽ വന്നിട്ടുണ്ട്. ഈ രണ്ടും ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിത്രത്തിൽ നോക്കുക എങ്ങനെയുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു അറ്റം സോക്കറ്റിൻ്റെ ഈ ഒരു സർഫേസും സ്പിഗോട്ടിൻ്റെ ഈ ഒരു സർഫേസും തമ്മിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫേസും ഇവിടെയുള്ള ഇതിൻ്റെ ഇപ്പുറമുള്ള ഈ സർഫേസാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ന്യൂ കൺസ്ട്രെയിൻ ആയിട്ട് കൊടുക്കുക. ഒന്നാമത്തെ കൺസ്ട്രെയിനിൽ നമ്മൾ ഈ ഒരു ലൈനും ആക്സിസും ഇതിൻ്റെ ആക്സിസും ഒരൊറ്റൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ ഈ സർഫേസ് ഇവിടെ വന്ന് ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ന്യൂ കൺസ്ട്രെയിൻ സെലക്ട് ചെയ്യാം. വീണ്ടും കോയിൻസിഡൻ്റ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. കോയിൻസിഡൻ്റ് സെലക്ട് ചെയ്യാം, ഈ സർഫേസ് സെലക്ട് ചെയ്യാം. ഇവിടുത്തെ ഈ സർഫേസാണ് സെലക്ട് ചെയ്യുക. ഈ സർഫേസ് സെലക്ട് ചെയ്തു. ഇനി ഈ സർഫേസും ഈ ഒരു സർഫേസാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സർഫേസും സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും
കറക്റ്റ് മേറ്റ് ആയി നിൽക്കുന്നുണ്ട്, ജോയിന്റ് ആയി നിൽക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇതിൽ വേറെ ഇനി കൺസ്ട്രെയിൻ ഒന്നും കൊടുക്കുന്നില്ല, കറക്റ്റായി ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഓക്കെ ഓപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ സോക്കറ്റും സ്പിഗോട്ടും ആയി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ക്വാർട്ടർ പിന്നും കൂടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അസംബിൾ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇതിൽ ക്വാർട്ടർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ക്വാർട്ടർ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ ക്വാർട്ടർ നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ചെയ്യാമെന്നെല്ലാം നോക്കാം. വീണ്ടും പ്ലേസ്മെന്റ് എടുക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും, നമ്മൾ ന്യൂ കൺസ്ട്രെയിൻ കൊടുത്തെടുക്കണ്ടില്ല. ഇത് കൺസ്ട്രെയിൻ ടൈപ്പ് ചെയ്താന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് അധികം ചെയ്യാനുള്ളത് കോയിൻസിഡന്റ് എന്നുള്ള കൺസ്ട്രെയിൻ തന്നെയാണ്. കോയിൻസിഡന്റ് കൊടുക്കാം. ഈ ഒരു സർഫേസ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ വെർട്ടിക്കൽ സർഫേസ്, മറ്റേത് ടാപ്പേഡ് സർഫേസ് ആണല്ലേ. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ സർഫേസ് വരുന്നത്. ഈ വെർട്ടിക്കൽ സർഫേസും ഇവിടെയുള്ള ഈ ഒരു സർഫേസ് ആണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ കാണാം. അപ്പോൾ ആ സർഫേസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സർഫേസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയി നിൽക്കുന്നത് കാണാം. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി ഇത് ഈ ഹോളിലേക്ക് കറക്റ്റ് ആയി നിൽക്കണം. ഇപ്പം നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം ഈ ഒരു സർഫേസും മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. 3 ഡയമെൻഷനിൽ നമ്മൾ ഇതിനെ കൺസ്ട്രെയിൻ ചെയ്ത് നിർത്തിക്കണം. ഇനി ഈ ഒരു സർഫേസ് ആയിട്ടാണ് കോണ്ടാക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മളിവിടെ ന്യൂ കൺസ്ട്രെയിൻ കൊടുക്കുക, ഓട്ടോമാറ്റിക് മാറ്റി കോയിൻസിഡന്റ് കൊടുത്തേക്കാം. ഈ ഒരു സർഫേസ് സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സർഫേസ് ആണ് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊറ്റ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളൂ, മുകളിലും താഴോട്ടേക്കുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് 48 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും എടുക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ കൺസ്ട്രെയിന്റ് എന്ന് വെച്ചാൽ ഇതിനെ നേരെ താഴോട്ടേക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പ്ലെയിനും ഒരൊറ്റൊരു സിംഗിൾ ലൈനിലായി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സെൻറ്ററായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പം പ്ലേസ്മെന്റ് തന്നെ എടുക്കാം. പുതിയൊരു ന്യൂ കൺസ്ട്രെയിൻ, ഇപ്പം നമ്മൾ 2 കൺസ്ട്രെയിൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർഫേസും ഇതും പിന്നെ ബാക്കിൽ സർഫേസ് അതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതും നമുക്ക് സെറ്റ് ആയിട്ട്. ഇനി ഇത് താഴോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. വീണ്ടും ന്യൂ കൺസ്ട്രെയിൻ എടുക്കുന്നു. കോയിൻസിഡന്റ് തന്നെയാണ്. കോയിൻസിഡന്റിൽ ഇവിടെ നിങ്ങൾക്കൊരു പ്ലെയിൻ കാണാം. ഇതാണ് ക്വാർട്ടറിന്റെ ടോപ്പ് പ്ലെയിൻ, അത് സെലക്ട് ചെയ്യാം. ഇനി അതും ഇതിൻ്റെ ഇവിടെയുള്ള നമ്മളിപ്പോൾ ഈ അസംബിൾ ചെയ്ത് വെച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ടോപ്പ് പ്ലെയിൻ ആയിരിക്കും ഇത്, സോക്കറ്റിൻ്റെ ടോപ്പ് പ്ലെയിൻ. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരൊറ്റൊരു സിംഗിൾ ലൈനിലായി. നമ്മുടെ അസംബ്ലി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓക്കെ കൊടുത്താൽ മാത്രം മതി. സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റിൻ്റെ അസംബ്ലി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി വൃത്തിക്ക് കാണാൻ വേണ്ടി ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കുറേ പ്ലെയിനുകൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയിടാം. എല്ലാം സെലക്ട് ചെയ്തിടാം, ആവശ്യത്തിന് മാത്രം വെച്ചാൽ മതി. ആവശ്യമുള്ള സാധനം മാത്രം സെലക്ട് ചെയ്തിടാം, ബാക്കിയെല്ലാം ഒഴിവാക്കിയിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റിൻ്റെ അസംബ്ലി വരുന്നത്. ഇതൊന്ന് നമ്മൾ ഇതിൻ്റെ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം എവിടെയാണ് പോയി നിൽക്കുന്നത്. അതിന് വേറൊരു ചെറിയൊരു കാര്യം കൂടി ഇവിടെ എക്സ്ട്രാ ചെയ്യാനുണ്ട്, ക്ലിയറൻസുകൾ കൊടുക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒരു 3 മില്ലിമീറ്ററിൻ്റെ ക്ലിയറൻസ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്, ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്. അത് നമ്മൾ പാർട്സ് ഡ്രോയിങ് വരക്കുമ്പോൾ തന്നെ അവിടെ ഒരു ക്ലിയറൻസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൃത്യമായിട്ടുള്ള ക്ലിയറൻസ് കൂടി നമുക്ക് ഇവിടെ കിട്ടും. അത് നമ്മൾ പാർട്സ് വരക്കുമ്പോൾ, അപ്പോൾ ഈ ഒരു സോക്കറ്റിൻ്റെ പാർട്സ് ആണ് വരക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ ഈ ഒരു ടാപ്പേഡ് ഹോള് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 3 മില്ലിമീറ്റർ ഇങ്ങോട്ടേക്കും 3 മില്ലിമീറ്റർ അങ്ങോട്ടേക്കായിട്ട് ഒരു കട്ടിങ്ങും കൂടി ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിയറൻസ് കിട്ടും. അതേപോലെ തന്നെ ഇപ്പുറ സൈഡ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതേപോലെ തന്നെ ക്ലിയറൻസ് കിട്ടും. 3 മില്ലിമീറ്റർ ഇങ്ങോട്ടേക്ക് ഒരു കട്ടിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയറൻസ് കിട്ടും. അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അസംബ്ലി കംപ്ലീറ്റ് ആയി.